ഹലോ നമസ്കാരം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇന്നൊരു വ്ളോഗായിട്ട് വന്നിരിക്കുന്നത്. അച്ഛനൊരു 10:30 ഇന്നൊരു ഫ്രഷ് ചാളയിട്ട് വരുന്ന വരവാണ് ഈ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഈ കുഞ്ഞു ചാള അഥവാ മത്തിയുടെ പ്രിപ്പറേഷനാണ്. മാങ്ങ ഇട്ടിട്ടുള്ള മത്തി പ്രിപ്പറേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടാലോ വൈപ്പിൻ സ്പെഷ്യൽ ഒരു ചാളക്കറി. അപ്പോൾ ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: ഉള്ളിയുണ്ട്, ചെറിയ കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായ നല്ല പച്ച മാങ്ങ 2 ചെറിയ മാങ്ങയതുകൊണ്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അച്ഛനൊരു 1.5 കിലോ ചാള ഇട്ടാണ് വന്നത്. നല്ല ഫ്രഷ് ചാള കിട്ടി. അതിൽ നമ്മൾ 1/2 കിലോ വെച്ചാണ് ഇപ്പോൾ ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ വേണ്ട മാങ്ങ നമ്മളെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു. പിന്നെ പച്ചമുളക്, വേപ്പിലയും ഉള്ളി അതൊരു പാത്രത്തിലെടുത്ത് വെച്ചിരിക്കുകയാണ്. കുഞ്ഞുള്ളിനെ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിടുകയാണ്. അപ്പോൾ വൺസ് ഇതെല്ലാം അരിഞ്ഞ് കറിവേപ്പിലയും പച്ചമുളകും എല്ലാം ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞ് പ്രിപ്പയർ ചെയ്ത് വെച്ചു. അതിന് ബിറ്റ്വീൻ നമ്മൾ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടി ആയതോടുകൂടി ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ചട്ടിയിലേക്ക് ഒഴിക്കുകയാണ്. ഇപ്പം ഞാൻ പറയുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു 1/2 കിലോ ചാളയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴേക്കും നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും വേപ്പിലയും ഉള്ളിയും എല്ലാം കൂടി അങ്ങോട്ടേക്ക് ഇട്ടു. മാങ്ങ ഇട്ടിട്ടില്ല കേട്ടോ, അത് ഓർക്കണേ. ബാക്കി എല്ലാ ഐറ്റംസും നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. എന്നിട്ട് അതങ്ങോട്ട് വഴട്ടാൻ തുടങ്ങി. നമുക്കിതൊന്ന് വാടി കിട്ടണവരെ അറിയാലോ, സാധാരണ ചെയ്യുന്ന പോലെ തന്നെ വാടിയ പച്ചമണം പോകുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് വരണ്ട് വരുന്നതോടുകൂടി നമ്മളതിലേക്ക് അരപ്പാണ് ചേർക്കാൻ പോകുന്നത്. ഇത് തേങ്ങ ഓൾറെഡി അരച്ച് വെച്ച ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അതോടുകൂടി അപ്പോൾ എന്താ ചേർത്തേക്കണമെന്നുള്ളത് ഞാൻ പറയാം. തേങ്ങ ഒരു അരമുറി തേങ്ങയുടെ പകുതിയും, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, പിന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും കൂടി ചേർത്ത് അരച്ചതാണ് ഈ അരപ്പ്. അപ്പോൾ നമ്മുടെ ഈ അരപ്പ് കൂട്ടണ നമ്മൾ ഈ വാടിയ പച്ചമണം മാറിയ ഉള്ളി കോമ്പിനേഷനിലേക്കാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സോ ഇതിന് നമ്മൾ വാട്ടിയെടുക്കുകയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴട്ടി അതിനായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നു, അത്രേ ചെയ്യുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാനാണ് പോകുന്നത്. വെള്ളം ഒരു 3 കപ്പ് വെള്ളം. ഈ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലവർക്ക് ഫിഷ് കറി നല്ല ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്, അല്ലെങ്കിൽ മീഡിയം കൺസിസ്റ്റൻസി. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് അതിലേക്ക് വെള്ളം ചേർക്കുക. നമ്മൾ അതിലേക്ക് വെള്ളം ചേർത്തു. അപ്പോൾ ഇനി ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എരിവ് കുറവാണെന്നോ അല്ലെങ്കിൽ കളറ് കുറവാണെന്നോ തോന്നിയാൽ നിങ്ങൾ ആ ടൈമിൽ വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ആഡ് ചെയ്ത് നമുക്ക് ആവശ്യത്തിന് പാകത്തിനാക്കി എടുക്കുകയാണ്. ഈ സമയത്തേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കല്ലുപ്പാണ്. അപ്പോൾ അതിനാവശ്യത്തിനുള്ള കല്ലുപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അമ്മയാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അമ്മയുടെ സ്പെഷ്യൽ കറിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എൻ്റെ പരിചയമുള്ള, എന്നെ പേഴ്സണലി അറിയുന്നവർക്കറിയാം എൻ്റെ അമ്മ എത്ര സൂപ്പർ കുക്കാണെന്ന്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ചോദിക്കാനുള്ള ഒരു റെസിപ്പിയാണ് ഞാനിന്ന് വ്ളോഗ് ത്രൂ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വൺസ് ഉപ്പ് ഇട്ട ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ മാങ്ങ കഷ്ണങ്ങളും അതിലേക്ക് ആഡ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മളൊന്ന് തിളച്ച് പൊങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് പൊങ്ങുന്നതോടുകൂടി ഒന്ന് പതിയെ നമ്മളതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ചാള, ഇത് നമുക്ക് കഷ്ണമാക്കി ഇടേണ്ടി വരുന്നില്ല. ഈ ചാള ചെറുതായതുകൊണ്ട് തന്നെ. വലിയ ചാളയാണെങ്കിൽ അത് കുറച്ച് ചെറിയ ചെറിയ പീസസ് ആക്കി ഇടുന്നതാണ് അതിനെല്ലാം പാകത്തിന് പിടിക്കാൻ നല്ലത്. ഇത് കുഞ്ഞു ചാളയായതുകൊണ്ട് നേരെ സ്ട്രെയിറ്റ് പീസസ് ആയിട്ട് നമ്മൾ സിംഗിൾ പീസസ് ആയിട്ട് ചാള ഇങ്ങോട്ട് ഇടുകയാണ്. ചാള അഥവാ മത്തി. ഓക്കെ, അപ്പോൾ അതിലേക്ക് തിളച്ച് കഴിഞ്ഞപ്പോഴേക്കും ചാള ഇട്ടു. ഇനി ചാള ഇട്ട ശേഷം സ്പൂണിട്ട് നമ്മൾ നേരത്തെ ഇളക്കിയ പോലെ ഇളക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ സ്പൂണിട്ട് വിരകാതെ ഒത്തിരി ലൈറ്റായിട്ടൊന്ന് വേണ്ടോ അത് ഒപ്പി കൊടുക്കുകയാണ്.
എല്ലാം വെച്ചിട്ട് നമ്മൾ ചാളിട്ട് കഴിയുമ്പോഴേക്കും അളവ് കുറയുമല്ലോ. അപ്പോൾ തിളച്ചൊന്ന് പൊങ്ങി വരുന്നത് കാണുന്നവരെയും കുറച്ച് നേരം നമ്മൾ നോക്കി, അത് കഴിഞ്ഞ് നമ്മളതങ്ങോട്ട് മൂടി വെക്കുകയാണ്. പിന്നെ ഇടയ്ക്ക് നമ്മളൊന്ന് ചെക്ക് ചെയ്യും, അത് അടി പിടിക്കാണ്ടും കൂടി നോക്കണമല്ലോ. അപ്പോൾ ഒന്ന് നോക്കിയിട്ട് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് ചുറ്റിച്ച് നമ്മൾ കൊടുക്കും, ഈ സൈഡിലുള്ള അരപ്പും കാര്യങ്ങളും ഒക്കെ ഇതേന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞോളൂ, 5 മിനിറ്റ് മാക്സിമം അത്രയൊക്കെ ആവുള്ളൂ. അതിനുള്ളിൽ തന്നെ മാങ്ങയും നമ്മുടെ പച്ചമാങ്ങയും ഈ പച്ച ചാളയും എല്ലാം വാടിയിട്ടുണ്ട്. കാണുമ്പോൾ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല എരിയല്ല, നല്ല നല്ല പുളിയുള്ള മാങ്ങയും ചാളയും കൂടി അങ്ങോട്ട് അതിൻ്റെ സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-3 പ്രാവശ്യം ഒന്ന് ചുറ്റിച്ച് ഒന്ന് വീണ്ടും അടച്ച് വെക്കും. അടച്ച് വെക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടല്ല, ഒരു ചെറിയ ആവി പോവാവുന്ന പാകത്തിനാണ് ഇനി നമ്മൾ മൂടി വെക്കുന്നത്. കണ്ടോ ഇതിനി അടച്ച് വെക്കുമ്പോൾ ഇച്ചിരി സ്പേസ് ഇട്ടിട്ട് അടച്ച് വെക്കുന്നത്, ആവി പോകാവുന്ന പാകത്തിന്. കുറച്ച് നേരം കൂടി നമ്മൾ അതൊന്ന് ഇച്ചിരി തിളക്കട്ടെ. എല്ലാ ഉപ്പും പുളിയും എല്ലാം ചാളയിലേക്ക് ഒന്ന് ഇറങ്ങി പാകത്തിന് പിടിക്കുന്ന സമയത്ത് അപ്പുറത്തമ്മ നമ്മുടെ വിക്കിക് ബോയ്ക്ക് വേണ്ടിയിട്ടുള്ള ചാളയുടെ തലയുണ്ടല്ലോ, അതിൻ്റെ പ്രിപ്പറേഷനാണ് അപ്പുറത്ത് കാണുന്നത്. അപ്പോഴേക്കും അച്ഛൻ അവിടെ വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട്, ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാനായിട്ടായി. സോ നമ്മൾ ഇതെല്ലാം നല്ലോണം തിളച്ച് പോകുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. പിന്നെ കുറച്ച് പച്ച കറിവേപ്പിലയും കൂടി അതിൽ ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഒരു തളയും കൂടി നോക്കിയിട്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ സ്പെഷ്യൽ മാങ്ങയിട്ട ചാളക്കറി റെഡിയായി. എനിക്ക് ഈ നല്ല പുളി പിടിച്ച മീൻ കറിയും നല്ല ചൂട് ചോറും എൻ്റെ ഓൾ ടൈം ഫേവറേറ്റാണ്. ഞാനത് എവിടെ പോയാലും എനിക്ക് 2 ദിവസമൊക്കെ കഷ്ടി ചോറ് കഴിക്കാണ്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിതുപോലെ ഫേവറേറ്റ് ആണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ചാള വെച്ചിട്ടുള്ള അല്ലെങ്കിൽ മത്തി വെച്ചിട്ടുള്ള റെസിപ്പീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡു കമൻറ്റ് ബിലോ. നിങ്ങൾക്ക് എങ്ങനെ കഴിക്കാനാണ് അത് ഇഷ്ടം എന്നും കൂടി പറയാം. പിന്നെ നിങ്ങളുടെ നാട്ടിലെ സ്പെഷ്യൽ ഇതുപോലെയുള്ള റെസിപ്പീസ് ഉണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യുക. നമുക്ക് കൂടുതൽ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പം ഞാൻ ഇതെൻ്റെ അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പീസാണ് ഞാൻ ഈ കുക്കിംഗ് വ്ളോഗായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ നിങ്ങൾ കാണുന്ന ഇതാണ് എൻ്റെ അമ്മയ്ക്ക് ആക്ച്വലി വീഡിയോയിൽ വരാൻ തീരെ താല്പര്യമില്ല. ബട്ട് ഞാനത് അറിയാണ്ടെടുത്ത ക്ലിപ്പാണ്. ഇന്നിത് കാണുമ്പോൾ എല്ലാ റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. അപ്പം എല്ലാവർക്കും താങ്ക് യു. വീണ്ടും കാണാം. ബൈ.